ഓൺ ചെയ്യാം. ഇതാണ് നോർമൽ സൗണ്ട്. ഇതാണ് നോർമൽ. ഇനിയും ഓൺ ചെയ്തിട്ടൊന്ന് കേൾപ്പിക്കാം. ഈ വണ്ടി നാട്ടിലെത്താൻ കാരണമായിട്ടുള്ള രണ്ടാളുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങളുടെ പേര് ഇയാഷ് എന്നല്ലേ? നിങ്ങളുടെ പേര് ഷബാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ആദ്യമായി വാഹന വിപണിയിലേക്ക് വന്നത് 60 വർഷങ്ങൾക്ക് മുമ്പ് 1965 ബുക്കിംഗ് ആരംഭിച്ച അന്നേ ദിവസം തന്നെ 22,000 വാഹനങ്ങളാണ് വിറ്റഴിക്കപ്പെട്ടു പോയത്. പിന്നീട് 100ഓളം സിനിമകളിൽ ഈ വാഹനം അഭിനയിച്ചിട്ടുണ്ട്. വണ്ടിപ്രാന്തന്മാരുടെ ഇഷ്ടവാഹനമായിട്ട് 60 വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്ന ആ ഒരു വാഹനത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫോർഡ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ലെജൻഡറി നെയിം പ്ലേറ്റ് ആയിട്ടുള്ള ഫോർഡ് മസ്താങ്, അതിൻ്റെ കൺവേർട്ടബിൾ മോഡലാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. ഇതൊരു കാർനെറ്റ് എൻട്രിയാണ്. ഇതിൻ്റെ ഹൈലൈറ്റുകൾ പരിചയപ്പെടാം, ഇതിൻ്റെ ഓണറെ പരിചയപ്പെടാം, ഇതുമായി ബന്ധപ്പെട്ട രസകരമായിട്ടുള്ള ഫീച്ചറുകളും പരിചയപ്പെടാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഒരു പ്രീമിയം കാറിൽ നമ്മളെ 300 രൂപൻ്റെ ഇൻവോൾവ് വണ്ണ് എങ്ങനെ വെക്കുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇൻവോൾവ് വണ്ണ് പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇൻവോൾവ് ഇമ്പീരിയർ സിൽവർ ക്രിസ്റ്റൽ എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ ഈ ഒരു പാക്കിംഗ് ഒക്കെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞാലുണ്ടോ അയ്യോ അടിപൊളി സാധനം. ഇത് ആക്ച്വലി കപ്പ് ഹോൾഡറിനകത്ത് വെക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ കപ്പ് ഹോൾഡറിനകത്തൊക്കെ വെക്കാം. നോക്കൂ, ഇൻവോൾവ് വൺ ഇതിങ്ങനെ തിരിച്ചിട്ട് ആണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് വലിയൊരു പ്രത്യേകത ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്മോക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് വലിക്കുന്ന ആൾക്കാർക്ക് വണ്ടിക്കകത്ത് അങ്ങനത്തെ ഒരു സ്മെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും എന്നതാണ്. സോ ഒരു പ്രീമിയം കാർ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻവോൾവ് വണ്ണിനെ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്രാഗ്രൻസ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. 1099 രൂപയാണ് MRP. നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഉപയോഗിച്ച് നോക്കുക. മസ്താങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഡിൻ്റെ ലൈനപ്പിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള നെയിം പ്ലേറ്റുകളിൽ ഒന്നാണ് എന്ന് വിശേഷിപ്പിക്കാം. വേൾഡ് വാർ 2 ഉപയോഗിച്ചുകൊണ്ടിരുന്ന P-51 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ്, അതായത് P-51 മസ്താങ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ആദ്യമായിട്ട് ഈ മോഡലിന് മസ്താങ് എന്നുള്ള പേര് കൊടുത്തത്. ആക്ച്വലി ഇതൊരു ഡെമോ പേർപ്പസ് വെഹിക്കിളൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ 1 വർഷം കൊണ്ട് 4 ലക്ഷം യൂണിറ്റുകളാണ് മസ്താങ് വിറ്റഴിക്കപ്പെട്ടു പോയത്. 2 വർഷം കൊണ്ട് 1 മില്യൺ വാഹനങ്ങൾ വിറ്റു. 2018 10 മില്യൺ വാഹനങ്ങൾ വിറ്റതിൻ്റെ ഭാഗമായിട്ട് ഒരു 10th മില്യൺ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാറിൻ്റെയും മസ്താങ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത്രമാത്രം വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും നിലവിൽ ഫോർഡില്ല, പക്ഷേ ഫോർഡ് ഉണ്ടായിരുന്ന കാലത്തും മസ്താങ്ങിനെ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കാർനെറ്റ് എൻട്രി വഴിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളതാണ്. അതിൽ കൺവേർട്ടബിൾ കാറുകൾ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ബട്ട് ഇപ്പം ഇത് നമ്മൾ കേരളത്തിൽ നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാർനെറ്റ് വഴി കേരളത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ വാഹനത്തെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്താം എന്നുള്ളതാണ്. പോണി കാർ എന്ന് പറയുന്ന പേര് അതിൻ്റെ ഒരു നെയിം സേക്ക് മോഡലാണ് മസ്താങ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് പോണി കാർ എന്ന് പറയുന്ന പേര് സ്റ്റാർട്ട് ചെയ്തത് മസ്താങ്ങിലൂടെ ആയിരുന്നു എന്നതാണ്. പോണി കാർ എന്ന് നിങ്ങൾക്കറിയാം, നീണ്ട ഹുഡും അതുപോലെ തന്നെ ടെയിൽ ഭാഗവും ഒക്കെ ഉള്ള ഒരു സെഡാൻ ടൈപ്പ് വാഹനങ്ങളെയാണ് നമ്മൾ പോണി കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒബ്വിയസ്ലി മസിൽ കാർ, അതൊരു അമേരിക്കൻ മസിൽ കാറാണ്. അതിൻ്റെ ആ ഒരു എല്ലാ അറ്റയറും ഇതിനകത്ത് ധാരാളം നമുക്ക് കാണാവുന്നതാണ്. വേറെ കാര്യം കൂടി പറയാം, ഇതൊരു V6 ആണ്, GT അല്ല. ഷെൽബി GT കിറ്റ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കിറ്റിംഗ് നമുക്കിതിനകത്ത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഈ ഒരു താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിപ്പ് ഭാഗം, അതിനകത്ത് ഷെൽബി എന്ന് പറയുന്ന ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാർബൺ ഫൈബർ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. GT 500 കിറ്റിൻ്റെ ഭാഗമാണ്. മസ്താങ്ങിൻ്റെ ലോഗോ കാണാം.
നൈസ്. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള ഒരു ഐ ആണെന്ന് വിശേഷിപ്പിക്കാം. അതിനകത്ത് 3 ഇതളുകളായിട്ട് കാണുന്നതാണ് DRL. ഭയങ്കര കൂളായിട്ടുള്ള ഒരു DRL ആണ്. താഴേക്ക് വരുമ്പോഴാണ് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് തന്നെയാണ് ഒബ്വിയസ്ലി ഹസാർഡ് ലാമ്പും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യുന്ന അതേ പാറ്റേണിലായിരിക്കില്ല ഹസാർഡ് ലാമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യുന്നത്. അത് തമ്മിൽ ചെറിയൊരു ടൈം ഡിലേ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ആ ഒരു ഹസാർഡ് ലാമ്പിനെയും ഇൻഡിക്കേറ്ററിനെയും വ്യത്യസ്തമാക്കാനും പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ഇത് ഹസാർഡ് ലാമ്പാണോ ഇതാണോ എന്ന് ഒറ്റനോട്ടൊന്നും മനസ്സിലാവില്ല, ഒന്ന് റിസർച്ച് ചെയ്താൽ മനസ്സിലാവുന്ന തരത്തിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. എയർ ഡാം യൂണിറ്റ് കാണാം, അതുപോലെ തന്നെ ഗ്രില്ല്. ഈ ഒരു എലമെൻറ്റ് ശരിക്കും മസ്താങ്ങിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് വിശേഷിപ്പിക്കാം. കാരണം ഇലക്ട്രിക്കിലേക്ക് വന്ന സമയത്ത് അത് ഇല്ലുമിനേറ്റഡ് ആക്കിയോ എന്നൊരു സംശയവും എനിക്കുണ്ടായിരുന്നു. എനിവേ ഈ ഒരു കളർ ഒരു ടിഫാനി ബ്ലൂ കളറാണ്, നല്ല രസമുണ്ട്. വെയിലടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ റെയിൻബോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് പെട്ടെന്ന് കാണുമെന്ന് എനിക്കറിയില്ല. ബട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട്, ഞാൻ നഗ്നനേത്രമല്ല കണ്ണട വെച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്കത് കാണാൻ പറ്റും. മഴവില്ലൊക്കെ ഇങ്ങനെ വന്ന് നല്ല രസമുണ്ട്, ഒരു റെയിൻബോ സെറ്റപ്പ്. ഈ ഒരു ടിഫാനി ബ്ലൂ കളർ അത്യാവശ്യം റയറസ്റ്റ് ആയിട്ടുള്ള കളറാണ്. ഈ വണ്ടി കൊണ്ടുവന്നത് നമ്മളൊരു സുഹൃത്തായിട്ടുള്ള ഷംനാദാണ്. ഷംനാദ് കാർനെറ്റ് സർവീസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിൽ ഒരുപാട് വണ്ടികൾ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള സർവീസാണ്. ഡിസ്ക്രിപ്ഷനകത്ത് അവരുടെ കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ ഈ ഒരു ഫോട്ടോ കണ്ട സമയത്ത് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തതും ഈ ഒരു കളറാണ് എന്നുള്ളതാണ്. നൈസ്. അതുപോലെ ഇവിടെ നമുക്ക് ബ്രീത്തിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഹുഡിൻ്റെ ഭാഗത്തായിട്ട് ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തേക്കിനാണ്. ആക്ച്വലി ഇവിടെ ഒരു ചെറിയ ഒരു ബ്രീത്തിങ് സിസ്റ്റമാണുള്ളത്. ഈ ഒരു ഭാഗവും ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തുള്ളത്. ഇത് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു പ്രോപ്പർ മസിൽ കാർ ഫീലാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് മസിൽ കാർ കം പോണി കാർ ഫീലാണ്. അതിൻ്റെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു എയർ സപ്ലൈ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. അതായത് ആ ഒരു ടയറിൻ്റെ ഭാഗത്തു നിന്നുള്ള എയറിനെടുത്ത് പുറത്തേക്ക് സക്ക് ചെയ്ത് കളഞ്ഞു കൊടുക്കും. അതുപോലെ ഇവിടെ സൈഡ് വ്യൂ മിറർ, ഇതിനകത്തൊരു പാഡിൽ ലാമ്പ് ഉണ്ടാവാറുണ്ട്. മസ്താങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട്. ആക്ച്വലി ഇത് റാപ്പാണ് കേട്ടോ, അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീല് ഇത് ആഫ്റ്റർ മാർക്കറ്റ് വീലാണ്. ഇവിടെ നല്ല രസമുണ്ട്. എനിക്ക് അവിടേക്ക് ഒരു ഉറൂസ് ടച്ചൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. GT എന്ന് പറയുന്ന ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു ഡിസ്ക് ബ്രേക്ക് അത്യാവശ്യം നല്ല വിസിബിളാണ്. ഇത് മൂവിങ് സമയത്ത് നല്ല ഭംഗിയുണ്ടായിരിക്കും അല്ലേ കാണാൻ. രസമുണ്ട്. 20G വീലുകളാണ്. ഈ ഒരു ഇതൊക്കെ എക്സ്ട്രാ കിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാണ്. അത് ഇവിടേക്ക് വരുമ്പോഴും ആ ഒരു കിറ്റിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. കൺവേർട്ടബിൾ ആണ്. ഇപ്പം ഇത് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നു. ഇൻറ്റീരിയർ നോക്കൂ, നല്ല ഭംഗിയില്ലേ. ആ ഒരു കളർ ടോൺ നല്ല രസമുണ്ട്. അതിലേക്ക് ഞാൻ വരാം ഡീറ്റെയിൽ ആയിട്ട്. ഇനി ഇത് കൺവേർട്ടബിൾ ആവുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യുന്നതിൻ്റെയും ടൈം എന്ന് പറഞ്ഞാൽ 11 സെക്കൻഡ് കൊണ്ട് നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിലേക്ക് എന്നുള്ളതാണ്. ഫ്യൂവൽ ലിഡിലേക്ക് ഒരു സീക്രട്ട് ഉണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 650 കണ്ടിട്ടുണ്ട് Fൻ്റെ. ആക്ച്വലി ഇതിനകത്ത് ക്യാപ്പ് ഉണ്ടാവില്ല. നമ്മൾ ഇതിനെ ഇതാക്കി കഴിഞ്ഞാൽ ആ ഗണ്ണെടുത്തിട്ട് നേരെ ഇതിനകത്തേക്ക് വെക്കാൻ പറ്റും എന്നുള്ള രൂപത്തിൽ. ഒരു ക്യാപ്പ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അതിങ്ങനെ ഒരു പുഷ് മെത്തേഡിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിങ്. വലിയൊരു സ്പോയിലർ കാണാം അല്ലേ. ഇതിനകത്ത് മസ്താങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നൈസ്, അടിപൊളിയാണ്. അതുപോലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും മസ്താങ്ങിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണ് എന്ന് പറയാം. ആ ഒരു GTയും അതുപോലെ തന്നെ 3 ഇതളുകളായിട്ടുള്ള ഇൻഡിക്കേറ്റർ ആൻഡ് സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സാണ്. അത് ഞാൻ കാണിക്കാം. അതും ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കാം. ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സീക്വൻഷ്യലാണ്. 1 2 3 കണ്ടോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഹസാർഡ് ലാമ്പിലേക്ക് വരുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ചില അമേരിക്കൻ മോഡലിനകത്ത് 2 ലൈറ്റുകൾ കൊടുക്കാറുണ്ട്. അതായത് ഒന്ന് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം, എന്നാൽ ഹസാർഡ് ആണെന്നുണ്ടെങ്കിൽ ആ 2 ലൈറ്റ് കൂടി വർക്ക് ചെയ്യുന്ന തരത്തിൽ. ഏതായാലും ഇതിന് ഒരു പ്രത്യേക ഒരു ഡിഫറൻസ് കൊടുത്തേക്കാനാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ലാമ്പിംഗ് സിസ്റ്റം കാണാം. GT എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്. GTൻ്റെ ബാഡ്ജിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എക്കോ ബൂസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ, അതായത് GT അല്ല എക്കോ ബൂസ്റ്റർ എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മസ്താങ്ങിൻ്റെ ലോഗോ ഉണ്ടാവുക. ആ ഫ്രണ്ടിൽ ഉണ്ടാവുന്ന പോലെ തന്നെയുള്ളൊരു ലോഗോ ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. GT ആവുന്ന സമയത്താണ് ഇവിടെ GT എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുക്കുന്നത്. ആക്ച്വലി ഇതൊരു കിറ്റാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം, അതായത് മസ്താങ് GT ആണോ മസ്താങ് നോർമൽ ആണോ എന്ന് മനസ്സിലാക്കാൻ റിയറിലെ ലോഗോ റെപ്രസെൻറ്റേഷൻ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് വരാം. ഇതാണ് റിവേഴ്സ് ലാമ്പ്. അതുപോലെ ഇവിടെ നമുക്കൊരു ഡിഫ്യൂസർ ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. എക്സോസ് പൈപ്പ്, 4 എക്സോസ് പൈപ്പുകളാണുള്ളത് 2 ഭാഗത്തായിട്ട്. ആക്ച്വലി ഇതിനകത്ത് ഒരു എക്സോസ് പൈപ്പ് മാത്രമേ ഉള്ളൂ. അതിനകത്തൊന്നും ഇതിനകത്തൊന്നും അങ്ങനെ 2 ഉള്ളത്. ബാക്കി 2 മീൻസ് അവിടെ ഒന്നും ഇവിടെ ഒന്നും ഫേക്കാണ്. അതൊരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇവർ എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓണേഴ്സ് അവിടെ എക്സോസ്റ്റ് നോട്ട് ഞാനൊന്ന് കേൾപ്പിക്കാം. എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിക്കാം. ഇത് മോഡലാണ്. എല്ലതും ഒക്കെ മാറ്റിയിട്ട് ഡൗൺ പൈപ്പ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഫുൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ലൗഡാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ആദ്യം ഞാനിതിൻ്റെ
നോർമൽ മോഡ് ഒന്ന് കേൾപ്പിക്കാം. അതായത് ഇതെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള നോർമലാണ്, ഇതിൻ്റെ സ്റ്റോക്കല്ല. ഓൺ ചെയ്യാം. ഇതാണ് നോർമൽ സൗണ്ട്. ഇതാണ് നോർമൽ. ഇനിയും ഓൺ ചെയ്തിട്ടൊന്ന് കേൾപ്പിക്കാം. ഇതാണ് മോഡേഡ് വേർഷൻ. ഒന്ന് ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ടക്സിട്ട് പൊട്ടും. രണ്ടാമത് ഒരു AK-47 ഒക്കെ ഫയർ ചെയ്യണ പോലെ ടക്സിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അടിപൊളിയല്ലേ? ഇനി ബൂട്ട് സ്പേസ് ഇവിടെയാണ് ബട്ടൺ കൊടുത്തുള്ളത്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. ഇവിടെ മുതലാണ് ഇത് ഓപ്പൺ ആയി വരുന്നത്. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ആയിട്ട് വരിക. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ബട്ട് വലിയ ലഗേജസ് ഒന്നും ഇതിനകത്ത് കൊള്ളൂല, കാരണം അതിൻ്റെ വായു ഭാഗം വളരെ കുറവാണ്. അത് നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇൻറ്റീരിയർ പരിചയപ്പെടാം. ഇൻറ്റീരിയറിലേക്ക് വരുന്നതിന് മുമ്പ് സെക്കൻഡ് റോ സീറ്റിനെ കുറിച്ച് പറയാം. ഇതിനകത്ത് ഒരാൾക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റില്ല. അതിൻ്റെ ആ ഒരു ലെഗ് റൂമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വളരെ കുറവാണ്. ബട്ട് യാത്ര ചെയ്യുന്നതിന് വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല, കയറിയിരിക്കാം. ഞാൻ വേണമെങ്കിൽ ഇരുന്നൊന്ന് കാണിക്കാം. ഡോർ തുറന്നിട്ട് ഈ സീറ്റിനെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ആക്കണം. യെസ്, എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുക. ഇത്രയൊക്കെ പറ്റുണ്ടാവുള്ളൂ. യെസ്, വേണ്ട കയറിയിരിക്കാം. എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, ബട്ട് ഇരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. കുറച്ചും കൂടി സീറ്റ് ഫ്രണ്ടിൽ ഇരിക്കാം, അതായത് ഇങ്ങനെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇനി ഹെഡ് റൂമിൻ്റെ പ്രശ്നമില്ല. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെഡ് റൂമിൻ്റെ പ്രശ്നം വല്ലാണ്ട് ഫീൽ ചെയ്യണില്ല, കാരണം അത് കൺവേർട്ടബിൾ ആയതുകൊണ്ട് എന്നുള്ളതാണ്. നൈസ്. സീറ്റ് ബെൽറ്റൊക്കെ നോക്കിയാൽ സെയിം ടിഫാനി ബ്ലൂ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അമ്യൂണിറ്റീസ് ഒന്നുമില്ല, അതായത് ആൻഡ്രസ്റ്റ് ഇല്ല, കപ്പ് ഹോൾഡേഴ്സ് ഇല്ല, AC വെൻറ്റിൻ്റെ ആവശ്യം പിന്നെ വരുന്നില്ല. സ്പീക്കർ സിസ്റ്റം ഉണ്ട്, സ്പീക്കറിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിസൈൻ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. നൈസ്. പിന്നെ ഇവിടെ ആക്ച്വലി ഒരു ടോപ്പ് ഉണ്ടാവാറുണ്ട്. ഇത് മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അത് എപ്പോഴും വന്ന് മാനുവൽ ഇത് ക്ലോസ് ചെയ്യൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിന് ഓണേഴ്സ് എടുത്ത് വെച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി കാണിക്കാം. ഇതിൻ്റെ ബാക്കിലുണ്ടോ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോട്ടൊക്കെ തൂക്കിയിടാനായി പറ്റുള്ളൂ, അവിടെ മീൻ വാങ്ങി വെക്കാൻ പറ്റില്ലല്ലോ, ലെതർ സീറ്റ് കേടൊന്നുമില്ലേ. ഇനി ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെതർ ഭാഗമാണ് കൊടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ രണ്ടും കൂടി മിക്സാണ്. ഇവിടെ ഒരു ക്രോം എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്ത്. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോളും 3 കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ റിയറിലും ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗമുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക്, മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കാണാം. മിററിനകത്താണ്ട് ഒരു ബ്ലൈൻഡ് വ്യൂ മോണിറ്ററും അതുപോലെ തന്നെ ഒരു ഹീറ്റിംഗ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഇനി അകത്തേക്ക് നോക്കൂ. സീറ്റ് അതിമനോഹരമായിട്ടുള്ള സീറ്റിലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്. ലംബർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പോർട്ടി സീറ്റാണ്. മസ്താങ്ങിൻ്റെ ലോഗോ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇനി ഞാനൊന്ന് കയറിയിരിക്കാം. ഇവിടെ നമുക്ക് സിലിനകത്ത് മസ്താങ് എന്നൊക്കെ പറയുന്ന ലെറ്ററിങ് ഒക്കെ കാണാം. നൈസ്. അടിപൊളി കേട്ടോ. വാവ്, സൂപ്പർ. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് മസ്താങ്ങിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ഫങ്ഷൻസ്, അതായത് നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, പാഡിൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. വാവ്, വലിയ പാഡിൽ ഷിഫ്റ്റ്, ഈസി ടു ആക്സസ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതും ഒരു ടിഫാനി ബ്ലൂ കളറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് മൊത്തം. അതുപോലെ തന്നെ ഡാഷ്ബോർഡിനകത്തൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒരു ടിഫാനി ബ്ലൂ കളറിലേക്ക് മാറ്റിയിരിക്കുന്നു. AC വെൻറ്റുകൾ കാണാം. ഇനി ഞാനിതൊന്ന് ഓൺ ചെയ്യാം. നിങ്ങളെ ശ്രദ്ധ മുഴുവൻ എക്സോസ്റ്റിലേക്കായിരിക്കും അല്ലേ. എക്സോസ്റ്റ് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണിച്ചു ഓൾറെഡി. ഇനി ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അടിപൊളി. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. RPM മീറ്റർ ഒരു 6500 ശേഷമാണ് റെഡ് ലൈൻ ചെയ്തേക്കുന്നത്. സ്പീഡോമീറ്ററിൽ 160 വരെയാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഭാഗം കാണാം. ഇതിൻ്റെയൊക്കെ കളർ ടോണൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ ഡോർ അജാർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഡിജിറ്റൽ സ്പീഡോമീറ്റർ. അതിൻ്റെയൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ ടോണൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ അതൊരു ഓറഞ്ച് തീമാണ്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി ഞാനിത് കൺവേർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് ക്ലോസ് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ബട്ടൺ ഇതാ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഡോറ് നടക്കാം. വരുന്നത് 11 സെക്കൻഡ് കൊണ്ട് ഇത് ക്ലോസ് ആവും. നൈസ്.
അടിപൊളി, ഫുൾ ക്ലോസ് ആയി. ഇനി ഇവിടെ ഒരു മാനുവൽ സെറ്റ് ഉണ്ട്. ഇതിവിടെ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ലോക്ക് ഒന്ന് വലിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ പൊക്കുക, അതിൽ താത്തിയിട്ട് ഉണ്ടാ എനിക്ക് മസിലില്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തിന് സപ്പോർട്ട് ചെയ്യാൻ വാങ്ങി അതിങ്ങനെ മടക്കി വെക്കാം. അങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തേർഡ് ഗ്ലാസ്സിനെ പൊക്കാം. ഉണ്ടാവും ചെറിയ ഗ്ലാസ് ഏരിയ അവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സുകളിൽ പൊക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡായി എന്നതാണ്. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. അത് അതേപോലെ തന്നെ തിരിക്കുക, അൺലോക്ക് ചെയ്ത് കൊടുക്കുക. മാനുവലി നമ്മൾ ലോക്ക് ചെയ്ത് തിരിച്ചിട്ട് അൺലോക്ക് ചെയ്യുക. എന്നിട്ട് ആ ബട്ടൺ നോക്കിയാൽ ഗ്ലാസ്സൊക്കെ താഴേക്ക് പോകും. കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫോൾഡ് ആവും, അതിനകത്ത് പോയിരുന്നോളൂ. അപ്പോൾ ഇതാണ് കൺവേർട്ടബിൾ ആൻഡ് ക്ലോസിങ്. ഇനി സെൻട്രൽ ടണലിനെ കുറിച്ച് സംസാരിക്കാം. വലിയ 2 കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്മിഷൻ ഇവിടെ കാണാം. ഇനി ടോഗിൾ സ്വിച്ചസ്, ഡ്രൈവ് മോഡിൻ്റേത്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോഡുകൾ, അത് സ്പോർട്ട്, കംഫർട്ട്, നോർമൽ എന്നിട്ട് 3 മോഡുണ്ട്. ഇനി ഡ്രൈവിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ട്, സ്പോർട്ട് പ്ലസ്, ട്രാക്ക്, സ്നോ, വെറ്റ്, ഡ്രാഗ്, നോർമൽ അങ്ങനെ പറഞ്ഞിട്ട് ഡ്രൈവ് മോഡുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ, ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ. ഹസാർഡ് ലാമ്പിൻ്റെ കാര്യത്തിലേ നമ്മൾ ഹസാർഡ് ലാമ്പിൻ്റെയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിൽ ആ ഒരു ഡിലേ ഡിഫറൻസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇഗ്നിഷൻ ബട്ടൺ ഇതിനകത്താണ്. ഈ സാധനം ആഫ്റ്റർ മാർക്കറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ കാണാം, അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ ആൻഡ് ഹീറ്റിംഗ് അതിൻ്റെ ബട്ടൺസ് നമുക്കിവിടെ കാണാം. റേഡിയോ ട്യൂണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടച്ച് സ്ക്രീനാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, AC വെൻറ്റ്. മസ്താങ് 55 ഇയേഴ്സ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് അവിടെ കാണാം. 55 ഇയേഴ്സ് ആയ സമയത്ത്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം മുമ്പുള്ള വണ്ടിയാണ് ഇത്. ആക്ച്വലി 2022 രജിസ്ട്രേഷൻ ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. നൈസ്. ഡാഷ്ബോർഡ് നോക്കിയാൽ ഡാഷ്ബോർഡ് ആക്ച്വലി ചെറുതാണ്, ബട്ട് സ്റ്റിൽ അകത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു മസിൽ കാർ ഫീൽ നല്ല രീതിയിലുണ്ട്. ഇവിടെ ഷെയ്ഡൊക്കെ കാണാം. ഷെയ്ഡിനകത്ത് മിററും ലാമ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിവിടെയും നമുക്ക് മിററും ലാമ്പും ഒക്കെ കാണാം. അടിപൊളി. എങ്ങനെയുണ്ട് വണ്ടി? കൂടുതൽ. ഇനി 3 ഹൈലൈറ്റുകൾ കാണിക്കാം. അതായത് ഇതിനകത്ത് മസ്താങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടല്ലാത്ത 3 പേരുകളുണ്ട്. ഒന്നിവിടെ SYNC സിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ട്രാൻസ്മിഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് എന്ന് കാണാം. രണ്ടാമതൊരു ഹൈലൈറ്റ് ഇതാണ് ആംബ്രസ്റ്റ്. ആംബ്രസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പെൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ആക്ച്വലി പെൻ ഹോൾഡർ ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പെൻ വെക്കാനുള്ള ഒരു ഏരിയയ്ക്ക് PENS എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 3.3 ലിറ്റർ ഇക്കോ ബൂസ്റ്റ് എഞ്ചിനാണ്. അതിനകത്ത് ഇക്കോ ബൂസ്റ്റ് എന്ന് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. GT ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പവേർഡ് ബൈ ഫോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര GTൻ്റെ ഉത്സാഹവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു 300 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു V6 എഞ്ചിനാണ്. ഇതിൻ്റെ ടോപ്പാണ് നമ്മുടെ GT എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഇതൊരു V6 എഞ്ചിനാണെന്ന് പറഞ്ഞത്, പക്ഷേ ഇതിൻ്റെ യൂണിവേഴ്സൽ സിമ്പിളിനകത്ത് 4 സിലിണ്ടറേ കാണിക്കുന്നുള്ളൂ. എനിവേ നോക്കാം. ഇതൊരു കാർനെറ്റ് എൻട്രി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ഓടിക്കുക എന്നുള്ളത് നിയമപ്രകാരം തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്ന ആൾക്ക് മാത്രമേ ഇത് ഓടിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ പാസ്പോർട്ടിൽ അമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിലവിൽ ആ ഒരു ഓപ്ഷൻ എടുത്ത് കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഓടിക്കാൻ പറ്റില്ല. പകരം ഇത് ഓടിച്ച ആളുമായിട്ട് അവരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മളെ മുമ്പിലുള്ളത്. സോ അതിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്താണ് ഈ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കണ്ണൂർക്കാരനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാലിം, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ടൈം ആണ്. കണ്ണൂരാണ് അല്ലേ? കണ്ണൂർ UAE വർക്ക് ചെയ്യുന്നു. എന്താണ് ബിസിനസ്? ടൂറിസം കമ്പനിയാണ്. ടൂറിസം കമ്പനി. ഇന്ത്യൻ ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇന്ത്യയിലേക്ക് ആർക്കെങ്കിലും പോകാണ്ടെങ്കിലൊക്കെ ബന്ധപ്പെടാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലും. അങ്ങനെയാണ്, യൂറോപ്പിലേക്കാണ്. ഓക്കെ. നമ്മൾ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിട്ട് മസ്താങ്ങാണ്. ഓക്കെ. കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ കളർ ഒന്ന് തുടങ്ങാം. കാരണം എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ഈ കളറാണ്. നമ്മൾ ഷംനാഥിന്റെ സ്റ്റോറി കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഐ കാച്ചിങ് ആയതും ഈ കളറാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ്. ഇതിപ്പോ ഒരു ദുബായിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് ടിഫാനി ബ്ലൂ. അതുകൊണ്ട് ഞാൻ അതന്നെ ചെയ്ത് റാപ്പ് ചെയ്ത് ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. അത് ചോദിക്കാൻ നിൽക്കുന്നത് എന്തുകൊണ്ട് ഈ കളർ എന്നുള്ളത്. ഓക്കെ. ഒരുപാട് വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ? അതായത് വേറെ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു G ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാബസിലേക്ക് കിറ്റ് എഡിഷൻ ചെയ്തിട്ട്. ഓക്കെ. മസ്താങ് ഇഷ്ടപ്പെടുന്ന ഒരു കാർ ഉണ്ടാവുമല്ലോ, അതെന്തായാലും പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. അതുകൊണ്ട് ഇതൊരു സൂപ്പർ സ്പോർട്സ് കാർ ആയിക്കൊണ്ട് മാത്രം. പിന്നെ കൺവേർട്ടബിൾ ആണ്, ഈസി ആക്സസിബിൾ, നമുക്കൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ, ദുബായിൽ ഡെയിലി യൂസിന് പറ്റിയ ഒരു കാറാണ്. ഡെയിലി യൂസിനാണ് അവിടെ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ട്യൂണിങ്ങിന്റെ സൗണ്ടും പിന്നെ കൺവേർട്ടബിൾ ആയ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ്. ഓക്കെ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു ചോദ്യം കൂടി ചോദിക്കണം എന്ന് ആഗ്രഹിക്കായിരിക്കും. അടുത്ത ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെടുക്കുമായിരിക്കും?
കമ്മിങ് സൂൺ. ഞാൻ ആഫ്റ്റർ 2 months US പോകുന്നുണ്ട്. അവിടെ ഞാൻ കുറച്ച് സൂപ്പർ കാർസിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട പരിപാടിയാണ് ദുബായിലേക്ക്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് വീഡിയോ സൂപ്പർ പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അപ്പോൾ അത് ഏതാണെന്നുള്ളൊരു ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കമ്മിങ് സൂൺ. മേ ബി മെക്ലാരൻ, മേ ബി ലംബോർഗിനി. അങ്ങനെ അത് പ്ലാനിങ് ആയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ വണ്ടി നാട്ടിലെത്താൻ കാരണമായിട്ടുള്ള 2 ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങളെ പേര് ഇയാഷ് എന്നല്ലേ? നിങ്ങളെ പേര് ഷബാസ്. നിങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ? കം ലെറ്റ്സ് ഗോ എന്നിട്ട് ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇവരെ UAE അടിച്ചു പൊളിച്ചൊരു സാധനം നാട്ടിലേക്ക് എൻജോയ് ചെയ്യാൻ കൊണ്ടുവന്നാണല്ലേ? അതെ. ആ ഒരു പ്ലാനിലാണ് കൊണ്ടുവന്നത്. താങ്ക് യു ഗൈസ്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കാമെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ത്യയിൽ നിങ്ങൾക്ക് ഞാൻ 1 കോടി രൂപ തരികയാണ് വിചാരിക്കുക. തരില്ല വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഏത് വണ്ടി എടുക്കും ഇന്ത്യയിൽ ഈ റോഡും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ല 4x4 എല്ലാം പോലത്തെ വലിയ വണ്ടി എടുക്കായിരിക്കും പ്ലാൻ. ഇനി ഒരു സംശയം കൂടി ചോദിക്കാം. ഇപ്പം ഈ ഒരു വണ്ടി ഞാൻ എല്ലാ കാർണറ്റ് ആളുകളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വണ്ടി ശരിക്കും ഷെയ്ഖ് സായിദ് റോഡ് പോലെ ദുബായിലെ വലിയ വലിയ റോഡുകളിൽ ഓടിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. അവിടുത്തെ റോഡിന്റെ പ്രസൻസും അല്ലെങ്കിൽ റോഡിന്റെ രീതിയും ഒക്കെ ഡിഫറെന്റ് ആണ്. ഈ ഒരു സാധനം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഓടിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് ഫീൽ ചെയ്തത്? ഇവിടെ കിട്ടുന്ന റോഡ് പ്രസൻസ് ആണ് മെയിൻ. ബാക്കിയുള്ള വണ്ടിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു ഹ്യൂജ്. പിന്നെ സൗണ്ട് എല്ലാം ചെയ്തു പോകുമ്പോൾ ആൾക്കാരെന്തോ പൊട്ടി വെടി വെക്കുക, എല്ലാവരും ഇങ്ങനെ ഞെട്ടി പോവുക. കുറച്ചുകൂടി ഒരു സോ എനിവേ എന്തായാലും സന്തോഷം. എനിക്കറിയാം ശരിക്കും ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് വണ്ടി നാട്ടിൽ എത്തിയത്, വീട്ടിലെത്തിയത്. കൊച്ചിയിൽ വന്നു, കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വിളിച്ചുകൊടുത്തിട്ടാണ് ഷൂട്ടിന് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച്. ഈ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. സലീം ഖാൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൊളാബറേഷൻ ആഡ് ചെയ്യുന്നുണ്ട്, റീല്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ ഫോളോ ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഒരു എനർജി കൊടുക്കുമ്പോഴാണ് ഇവരെ പോലത്തെ ആൾക്കാർക്ക് കൂടുതൽ വണ്ടികൾ കൊണ്ടുവരാൻ തോന്നുക. അപ്പോൾ ആ ഒരു പ്രചോദനം തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതൊരു ചെറിയൊരു ബ്രേക്ക്.